സഹോദരങ്ങളെ, അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുകയാണ്. അവരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? അവരുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാത്രമായിരുന്നു. അല്ലാഹുവിന്റെ നരകത്തെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിന്റെ പരലോകത്തെ ശിക്ഷയോർത്തുകൊണ്ട്, അല്ലാഹുവിന്റെ സിറാത്ത് പാലത്തെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിന്റെ കത്തിജ്വലിക്കുന്നതായ നരകാഗ്നി ഓർത്തുകൊണ്ട് മഹാന്മാരായ നമ്മുടെ സ്വാലിഹീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും ജീവിച്ചെങ്കിൽ അതുപോലെ ജീവിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അവരുടെ ജീവിതം മുഴുവനും ഖുർആനായിരുന്നു. ഖുർആൻ ഓതുന്ന ഇടയിൽ ഖുർആനിന്റെ ആയത്തുകൾ അവർ കേട്ടാ ശിക്ഷയുടെ ആയത്തുകൾ കേട്ടാ നാരകീയമായ നരകത്തിന്റെ ശിക്ഷയുടെ ആയത്ത് കേട്ടാ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളാകുന്ന പൂർവസൂരികളായ ഉലമാക്കൾ അവരുടെ നയനങ്ങള് സദനങ്ങളായി മാറുമായിരുന്നു. അവരുടെ ഹൃദയങ്ങള് പിടപിടയ്ക്കുമായിരുന്നു. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രവിശാലമായ മദീനത്തിന്റെ മസ്ജിദ് നബവിയുടെ ഉള്ളറയിൽ ആയിരക്കണക്കിന് വരുന്ന സഹാബാ വൃന്ദങ്ങളുടെ ഇടയിലായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്, ലോകത്തിന്റെ വസന്തമായ, ലോകത്തിന്റെ അനുഗ്രഹമായ, ലോകത്തിന്റെ പ്രവാകിരണനാകുന്ന പ്രവാചകന്റെ സവിധത്തിലായി ആകാശത്തിന്റെ മേഘപാളികളെ കീറിമുറിച്ചുകൊണ്ട് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് മാലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ 600 ചിറകുകൾ ഭൂമിയുടെ വിധാനത്തേക്ക് വിരിച്ചിറക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ വരികയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാ. സഹോദരങ്ങളെ, പ്രവാചക സന്നിധിയിലേക്ക് ജിബ്രീൽ ആഗതമാകുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലായി ജിബ്രീൽ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ജിബ്രീൽ കടന്നു വരികയാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ജിബ്രീലിന്റെ മുഖമതാ വിവർണമായിരിക്കുന്നു. ജിബ്രീലിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം വന്നിരിക്കുന്നു. ജിബ്രീൽ വല്ലാത്ത വ്യസനതയോടുകൂടി, ജിബ്രീൽ വല്ലാത്ത വിഷമത്തോടുകൂടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, യാ ജിബ്രീൽ, എന്തേ അങ്ങയുടെ മുഖത്തിന് ഇത്ര ഭാവവ്യത്യാസം? എന്താ അങ്ങയുടെ മുഖം വല്ലാതെ വിവർണമായി പോയല്ലോ ജിബ്രീൽ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ജിബ്രീലിനെ തന്റെ യഥാർത്ഥ കോലത്തിലായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്നേഹനിധിയായ പ്രവാചകനെ 2 പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വാനലോകത്ത് നിന്ന് ജിബ്രീൽ വഹീന്റെ നാദവുമായി, വഹീന്റെ ദിവ്യ പ്രകാശവുമായി പ്രവാചകനിലേക്ക് പറന്നിറങ്ങുന്നത് മനുഷ്യന്റെ കോലത്തിലാ. അപ്പോഴൊന്നും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിന്റെ ദുഃഖിത കണ്ടിട്ടില്ല. ജിബ്രീൽ കരയുന്നത് പ്രവാചകൻ കണ്ടിട്ടില്ല. ജിബ്രീലിന്റെ മുഖത്ത് ഭാവവ്യത്യാസം വരുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടില്ല. ആ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ, എന്ത് പറ്റിപ്പോയി ജിബ്രീൽ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട സഹോദരി, ശ്രദ്ധയോടുകൂടി ഒന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അർശിന്റെ സൃഷ്ടാവായ, കുർസിന്റെ സൃഷ്ടാവായ, ഈ ആകാശത്തിന്റെ സൃഷ്ടാവായ, ഈ ഭൂമിയുടെ സൃഷ്ടാവായ, ഈ താരാപഥങ്ങളുടെയും ഈ സൂര്യന്റെയും ഈ ചന്ദ്രന്റെയും ഈ ഗാലക്സികളുടെയും ഈ മാമരങ്ങളുടെയും മലകളുടെയും ഒക്കെ സൃഷ്ടാവായ പടച്ച റബ്ബായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ വിളിക്കുകയാ. ആ
വിളിയാളം കേട്ടപ്പോ ഞാൻ വല്ലാതെ ഭയവിഹ്വലനായ എന്റെ അള്ളാഹുവിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ് നബിയേ. ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു പോകുമ്പോ എന്റെ ശരീരം വല്ലാതെ കിടുകിടാ വിറച്ചു പോകും നബിയേ. സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സവിധത്തിലായി അല്ലാഹുവിന്റെ ചാരത്തിലായി കടന്നു ചെന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിയോട് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ, ഞാൻ ആലില പോലെ വിറച്ചു പോകും പ്രിയപ്പെട്ട നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് അല്ലാഹു വിളിച്ചത്? ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹ് എന്തിനാണ് എന്നെ വിളിച്ചതെന്നറിയോ? അല്ലാഹു എന്നോട് പറയുന്നു, ഏ ജിബ്രീൽ, സ്വർഗത്തിലേക്ക് കടക്കൂ ജിബ്രീൽ, സ്വർഗത്തിലേക്ക് കടക്കൂ ജിബ്രീൽ. അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമമായ സ്വർഗത്തിന്റെ പറുദീസയിലേക്കൊന്ന് പോകൂ ജിബ്രീൽ. അനന്തവിശാലമായ സ്വർഗത്തിലേക്ക് ഞാൻ കടന്നപ്പോ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം കണ്ട് സ്വർഗത്തിന്റെ മന്ദമാരുതൻ എന്നെ തലോടിയപ്പോ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ എന്നെ ഇങ്ങനെ മാടി വിളിച്ചപ്പോ ആ സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ എനിക്ക് വെളിയിലോട്ട് വരാൻ തോന്നിയില്ല. അങ്ങനെ അതാ എന്റെ റബ്ബ് രണ്ടാമതെന്നെ വിളിക്കുകയാണ്, ജിബ്രീൽ, എന്റെ സ്വർഗം കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു ജിബ്രീൽ? എന്റെ സ്വർഗത്തിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് ജിബ്രീൽ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, നിന്റെ സ്വർഗം കണ്ടപ്പോ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ ആസ്വദിക്കുകയായിരുന്നു. അല്ലാഹുവേ, സ്വർഗത്തിന്റെ അനുഭൂതികൾ ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ആ സ്വർഗത്തിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് വരാൻ തോന്നിയില്ല. അല്ലാഹ്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ്. അല്ലാഹ്, ഈ സ്വർഗത്തിലേക്കെങ്ങാണ് ഒരു മനുഷ്യനെങ്ങാണം കടന്നുപോയാ ഈ സ്വർഗമെങ്ങാണം ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ അല്ലാഹുവേ, പിന്നെ അവന്റെ ജീവിത അവസാനം വരെയും സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കലാ, സ്വർഗത്തിന് വേണ്ടി നന്മ ചെയ്യലാ, സ്വർഗത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാ. അത്രത്തോളം വലിയ അനുഗ്രഹമാണ് സ്വർഗത്തിലുള്ളത്. ജിബ്രീൽ കണ്ടുപോയി തന്റെ നയനങ്ങൾ അത്ഭുതമായി പോയെങ്കിൽ, തന്റെ ശരീരങ്ങൾ രോമകുഞ്ചലമായി പോയെങ്കിൽ, സഹോദരങ്ങളെ, അത്രത്തോളം വലിയ അനുഗ്രഹത്തോടുകൂടി എല്ലാ വിശാലതയോടുകൂടിയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചതല്ലേ സ്വർഗം. സ്വർഗത്തിന്റെ വിശാലത എത്രയാ! ഈ കാണുന്ന ആകാശത്തിനേക്കാള്, ഈ കാണുന്ന ഭൂമിയെക്കാളും വിശാലമല്ലേ സ്വർഗത്തിന്റെ വിശാലത. അല്ലാഹു പറയുന്നു, ജിബ്രീൽ, അക്കാണുന്ന നരകത്തിലേക്കൊന്ന് പോകൂ ജിബ്രീൽ, കാണുന്ന നരകത്തിലേക്കൊന്ന് ചെല്ലൂ ജിബ്രീൽ. ആ നരകത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞതാ ജിബ്രീൽ. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങനെ നരകത്തിലേക്ക് പോയപ്പോ ആ നരകം ഞാൻ കണ്ട് ഭയപ്പെട്ടു പോയി നബിയേ. എന്റെ കണ്ണുകൾക്കത് താങ്ങാൻ കഴിയാതെ, എന്റെ ഹൃദയങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഞാൻ വല്ലാതെ വിഷമിപ്പിച്ചു പോയി നബിയേ. ഞാൻ അങ്ങനെ കണ്ട നരകം, ആ നരകത്തെ കുറിച്ച് അങ്ങയോട് വന്ന് പറയാനാണ് ഞാൻ വന്നത് നബിയേ. അങ്ങയുടെ ഉമ്മത്തിന് അങ്ങ് മുന്നറിയിപ്പ് കൊടുക്കണേ നബിയേ. അത്രത്തോളം വലിയ ഭയാനകമായ, അത്രത്തോളം വലിയ തീജാലകളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ് നബിയേ നരകം. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തിന് മുന്നറിയിപ്പ് കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്,
അന്നാറു അശദ്ദു ഹർറാ, നരകത്തിന് വല്ലാത്ത ചൂടാണ് നബിയേ, നരകത്തിന് വല്ലാത്ത ചൂടാണ് നബിയേ. ഒരു മനുഷ്യനും അവന്റെ ശരീരം താങ്ങാൻ കഴിയൂല. ആ നരകത്തിലെങ്ങാനും വീണുപോയാ പിന്നെ ഒരു മനുഷ്യനും താങ്ങാൻ കഴിയൂല നബിയേ. സഹോദരങ്ങളെ, നരകത്തെ കുറിച്ച് വാചാലനായ പ്രവാചകനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ വാചാലനാകുന്നു. ജിബ്രീൽ ഇങ്ങനെ പ്രസംഗിക്കുകയാ, നരകത്തിനെ കുറിച്ചുകൊണ്ട് കത്തിജ്വലിക്കുന്നതായ ജഹന്നമിനെ കുറിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനോട് ഇങ്ങനെ വഅദ് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീൽ സിഫ്ലി യാ ജിബ്രീൽ, സിഫ്ലി യാ ജിബ്രീൽ, എനിക്ക് നരകത്തെ കുറിച്ചൊന്ന് വിവരിച്ചതാ ജിബ്രീൽ, എനിക്ക് നരകത്തെ കുറിച്ചൊന്ന് വിവരിച്ചതാ ജിബ്രീൽ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലായി ജിബ്രീൽ വീണ്ടും നരകത്തെ കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, നരകത്തിന് 7 കവാടമുണ്ട് നബിയേ, നരകത്തിന് 7 ചെരുവുകളുണ്ട് നബിയേ, നരകത്തിന് 7 കുണ്ടുകളുണ്ട് നബിയേ. ഓരോ കുണ്ടുകളെ കുറിച്ചും പ്രവാചകന്റെ മുമ്പിൽ ഇങ്ങനെ വിവരണം കൊടുക്കുകയാണ്. ഓരോ കുണ്ടിലും കൂടെ, ഓരോ വാതിലിലൂടെ, ഓരോ കവാടങ്ങളിലൂടെ കടക്കുന്ന മനുഷ്യനെ കുറിച്ച്, മനുഷ്യ മക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുമ്പോ 6 വാതിലിലൂടെ കടക്കുന്നവരെ കുറിച്ച് ജിബ്രീൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലായി കുറച്ചു നേരം ജിബ്രീൽ മിണ്ടാതിരുന്നു. 6 കവാടത്തിലൂടെയും കടക്കുന്ന മനുഷ്യ മക്കളെ കുറിച്ച് ജിബ്രീലിനോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ട് ജിബ്രീൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാ. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്നു, എന്തേ ജിബ്രീൽ 6 പറഞ്ഞിട്ടങ്ങ് മതിയാക്കിയോ? 7ാമതായി നരകത്തിന്റെ കവാടത്തെ കുറിച്ചുകൊണ്ട്, നരകത്തിന്റെ ചെരുവുകളെ കുറിച്ചുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞുതാ ജിബ്രീൽ. സഹോദരങ്ങളെ, ഇനിയാണ് ഗദ്ഗതത്തോടുകൂടി കേൾക്കേണ്ടത്, ഇനിയാണ് കാതോർത്തിരിക്കേണ്ടത്, ഇനിയാണ് നിങ്ങൾ എന്റെ ശബ്ദമൊന്ന് ശ്രവിക്കേണ്ടത്. പ്രവാചകനതാ കിടുകിടാ വിറയ്ക്കുകയാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, 7ാമതായി കിടക്കുന്നത് ആരെന്നറിയോ? അങ്ങയുടെ സമുദായത്തിൽ നിന്നുള്ള വൻപാവികളാ, അങ്ങയുടെ സമുദായത്തിൽ നിന്നുള്ള വൻപാവികളാ. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം എന്ന് കേട്ടപ്പോ, റസൂലുള്ളാഹിന്റെ ജനതയെന്ന് കേട്ടപ്പോ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് 7ാമത്തെ കുണ്ടിലായി, 7ാമത്തെ നരകത്തിന്റെ കവാടത്തിലൂടെ പ്രവേശിക്കുന്നതെന്ന് കേട്ടപ്പോ പ്രവാചകൻ കരയുകയാ. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകുകയാ. പ്രവാചകന് ബോധം കെട്ടുകൊണ്ട് അതാ താഴേക്ക് പ്രവാചകൻ പതിക്കുകയാ. പ്രവാചകന്റെ റിസാലത്തിന്റെ തലയെടുത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മടിത്തട്ടിലേക്ക് വെക്കുന്നു. ജിബ്രീൽ അതാ പ്രവാചകന് ബോധം തെളിയുന്നത് വരെയും അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ശറഫാക്കപ്പെടുന്ന റിസാലത്തിന്റെ തലയെടുത്ത് തന്റെ മടിത്തട്ടിലോട്ട് വെച്ചു. അങ്ങനെ റസൂലുള്ളാഹിന് ബോധം തെളിയുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബോധം വന്നു. പ്രവാചകൻ വീണ്ടും ചോദിക്കുന്നു, ജിബ്രീൽ
എന്റെ സമുദായത്തിൽ നിന്നാണോ നരകത്തിന്റെ 7ാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത്? എന്റെ സമുദായമാണോ നരകത്തിലേക്ക് പോയി പതിക്കുന്നത്? അതേ മുഹമ്മദ് നബിയേ, അങ്ങയുടെ സമുദായമാണ് നബിയേ. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഃഖിതനായി അല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിയിട്ട് ആകാശലോകത്തിന്റെ വിരുമാറിലേക്ക് പ്രവാചകൻ ദുഃഖത്തോടുകൂടി റിസാലത്തിന്റെ കണ്ണുകൾ ആകാശത്തിന്റെ സീമകളിലേക്ക് ഉയർത്തിയിട്ട് പ്രവാചകനതാ ഏങ്ങലടിയോടുകൂടി ഒരു വല്ലാത്ത നെടുവീർപ്പോടുകൂടി പ്രവാചകൻ ആയിഷ ബീബിയുടെ വീട്ടിലേക്ക് കടക്കുകയാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ വാതിലടച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാ. പ്രവാചകന്റെ ഏങ്ങലടി കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ സമുദായം നരകത്തിലാണെന്ന് കേട്ടപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ നരക സമുദായം വൻപാപികളാകുന്ന സമുദായം അവര് നരകത്തിലാണെന്ന് കേട്ടപ്പോ, അത് കേട്ടിട്ട് റസൂലുള്ളാഹിനെ സഹിക്കവയ്യാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. സഹോദരങ്ങളെ, 3 ദിവസമായി പ്രവാചകനെ മദീനത്ത് കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തിന്റെ പള്ളിയിൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിന്റെ ഓരത്തായി സഹാബത്തിന് വഅദ് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകനെ കാണുന്നില്ല. 3 ദിവസമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബത്തിന്റെയും മുഖത്ത് നോക്കുന്നില്ല, ഒരു സഹാബിയോടും ഒന്നും മിണ്ടുന്നില്ല. സഹോദരങ്ങളെ, മദീനത്തിന്റെ പള്ളിയിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ വിളിയാളം കേൾക്കുമ്പോ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോ പ്രവാചകൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരികയാണ്. ജമാഅത്തിന് പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം കൊടുത്തിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഃഖിതനായി വല്ലാത്ത വിഷമത്തോടുകൂടി തലകുനിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ 3 ദിവസമായപ്പോ ഇത് സഹിക്കാൻ കഴിയാതെ, ഇത് താങ്ങാൻ കഴിയാതെ സഹാബത്തതാ വിഷമിക്കുകയാണ്. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ വാതിലിലേക്ക് സഹാബത്ത് വരികയാ. മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ വാതിലിൽ മുട്ടുന്നു. പക്ഷേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ വാതിൽ തുറക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം അവിടെ മിണ്ടാതെ നിന്നു. അബൂബക്കർ തങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് കരച്ചിൽ മാത്രമല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷമത്തോട് കൂടെ പോയി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഉമർ തങ്ങൾ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ വാതിൽ വന്നുകൊണ്ട് മുട്ടുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയുന്നു. യാ റസൂലല്ലാഹ്, വാതിലൊന്ന് തുറക്കുമോ നബിയേ, വാതിലൊന്ന് തുറക്കുമോ നബിയേ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ വാതിൽ തുറക്കാതെ പ്രവാചകന്റെ ഏങ്ങലടി മാത്രം കേൾക്കുകയാ. ഉമർ തങ്ങളും അങ്ങനെ പോയി അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായ റസൂലുള്ളാഹിന്റെ അടിമയായ സൽമാനുൽ ഫാരിസി എന്ന വെള്ളാരം കല്ല് പോലെ വെളുത്തു പോന സൽമാൻ,
പേർഷ്യക്കാരനായ സൽമാൻ. ആ സൽമാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ വാതിൽ വരികയാണ്. അസ്സലാമു അലൈക യാ അഹ്ലൽ ഖൈർ, ഏ ഖൈറിന്റെ വീട്ടുകാരാ, ഏ ഗുണവാന്മാരാ, എന്റെ പ്രവാചകനിലേക്കൊന്നെത്തുവാ, എന്റെ റസൂലുള്ളയെ ഒന്ന് കാണാ, ആ റിസാലത്തിന്റെ മുഖമൊന്ന് കാണാ, ആ റിസാലത്തിന്റെ വദനമൊന്ന് കാണാ, എന്റെ പ്രവാചകന്റെ വീടിന്റെ വാതിലൊന്ന് തുറന്നു തരുമോ? 14 രാവിലെ പൗർണമി ആകാശ സീമകളിൽ വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോ അതിന്റെ പ്രഭ എത്രത്തോളമുണ്ടോ അതിനേക്കാളും പ്രോജ്വല പ്രഭയല്ലേ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിന്റെ മുഖം. ആ റിസാലത്തിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ടല്ലേ 13 വർഷം മക്കയിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തണയാൻ വേണ്ടിയിട്ടല്ലേ, പ്രവാചകന്റെ സവിധത്തിലിരിക്കാൻ വേണ്ടിയിട്ടല്ലേ, പ്രവാചകന്റെ സ്പന്ദനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, പ്രവാചകന്റെ സഭാഷത്തിന്റെ വാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ 13 വർഷം ശുഐബ് അബീ താലിബിന്റെ മലഞ്ചെരുവിലെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ പട്ടിണി കിടന്നത്. 13 വർഷം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്, ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്, ക്രൂരമായ യാതനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്, പട്ടിണി കിടന്നത് റസൂലുള്ളാഹിന്റെ ചാരത്തണയാൻ വേണ്ടിയിട്ടല്ലേ. 3 ദിവസമായി പ്രവാചകന്റെ റിസാലത്തിന്റെ ജ്വലിക്കുന്ന വദനം കണ്ടിട്ട് ആ സഹാബത്തിന് താങ്ങാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, ഖദീജ ബീബി, ആയിഷ ബീബി, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നിട്ട് ആ ഫാത്തിമയോട് വിഷമം പറയുന്നു, മോളെ 3 ദിവസമായി അല്ലാഹുവിന്റെ റസൂലിനെ മദീനത്തൊന്ന് കണ്ടിട്ട്, ആ റൗളയുടെ ചാരത്തൊന്ന് കണ്ടിട്ട് സഹാബത്ത് വിഷമത്തിലാ. 3 ദിവസമായി ഞങ്ങൾ വല്ലാത്ത ദുഃഖത്തിലാ. 3 ദിവസമായി ഞങ്ങളൊന്ന് കിടന്നുറങ്ങിയിട്ട്, 3 ദിവസമായി ഞങ്ങൾ ഞങ്ങളുടെ മക്കളോടൊന്ന് ഒരുമിച്ചിട്ട്, ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുമായിട്ടൊന്ന് സ്നേഹം പങ്കുവച്ചിട്ട് 3 ദിവസമായി ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല പൊന്നുമോളെ. അതാ ഈ വാർത്ത കേട്ടപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഓടി വരികയാ. പ്രവാചകന്റെ വീടിന്റെ വാതിലിൽ വന്ന് മുട്ടുകയാണ്. സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ വാതിലിൽ വന്ന് മുട്ടുമ്പോ റസൂലുള്ളാഹി സുജൂദിൽ കിടന്നുകൊണ്ട് കരയുകയാ. അങ്ങനെ റസൂലുള്ളാഹി അതാ സുജൂദിൽ നിന്ന് തന്റെ റിസാലത്തിന്റെ തലയുയർത്തി ആയിഷ ബീബിയോട് പറയുന്നു, ആയിഷ, എന്റെ കരളിന്റെ കഷ്ണമായ, എന്റെ ജീവന്റെ തുടിപ്പായ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞാൻ പോറ്റി വളർത്തി എന്റെ ഫാത്തിമ, എന്റെ ഖദീജ എനിക്ക് സമ്മാനമായി തന്ന, അല്ലാഹു എനിക്ക് കണ്ണിന്റെ കുളിർമയായി, എന്റെ താങ്ങായി, എന്റെ തണലായി എന്റെ ഫാത്തിമ, ആ ഫാത്തിമ എന്നിൽ നിന്ന് തടഞ്ഞതാരാ? സഹോദരങ്ങളെ, അങ്ങനെ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് ഫാത്തിമ ബീബി വരികയാ. ഫാത്തിമ ബീബി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഫാത്തിമ ബീബിക്ക് വല്ലാത്ത വിഷമമായി. 3 ദിവസം കൊണ്ട് പ്രവാചകന് വല്ലാത്ത ഭാവവ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ മുഖത്തെ മാംസമൊക്കെ അങ്ങ് ഒട്ടിപ്പോയി. പ്രവാചകൻ വല്ലാത്ത വേദനയോടുകൂടി റിസാലത്തിന്റെ പ്രഭാപൂരിതനായ
പ്രവാചകന്റെ മുഖം കണ്ടപ്പോ ഫാത്തിമ ബീബിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ ബീബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ അങ്ങ് കരയുന്നതെന്തേ, എന്തേ അങ്ങ് വിഷമിക്കുന്നതെന്തേ, അങ്ങ് എന്തിനാണ് നബിയെ അങ്ങ് പ്രയാസപ്പെടുന്നത്? അല്ലാഹ് അങ്ങക്ക് സഹായങ്ങൾ നൽകിയില്ലേ? അങ്ങ് വിഷമിച്ച സമയത്ത്, അങ്ങ് അംഗപുലിതനായി നിന്ന സമയത്ത് അല്ലാഹു അങ്ങയെ സഹായിച്ചില്ലേ? എന്തിനാണ് നബിയെ അങ്ങ് ദുഃഖിക്കുന്നത്? അങ്ങയുടെ മുൻപിൻ പാവങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലേ? അങ്ങക്കല്ലേ കൈകൊണ്ട് തൊട്ടാല് പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികൾ കൊണ്ട് സുപരിതമായ സ്വർഗത്തിന്റെ പറുദീസയിൽ അങ്ങക്കല്ലേ നബിയെ വസീലത്തും ഫളീലത്തും എന്ന പദവി അല്ലാഹു നൽകുന്നത്? എന്തിനാണ് നബിയെ അങ്ങ് വേദനിക്കുന്നത്? എന്തിനാണെന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കവേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, ജിബ്രീൽ എൻ്റെ അരികിലേക്ക് വന്നു മോളെ. എല്ലാ സമയത്തും ജിബ്രീൽ എൻ്റെ അരികിലേക്ക് വരുന്നത് പോലെയല്ല ആ സമയത്ത് വന്നത്. ജിബ്രീലിന്റെ മുഖത്ത് വല്ലാത്ത ഭാവവ്യത്യാസം വന്നു. ഞാൻ ചോദിച്ചു, എന്തേ ജിബ്രീൽ അങ്ങ് ദുഃഖിതനായിരിക്കുന്നത്? എന്തേ ജിബ്രീൽ? മഹാനായ ജിബ്രീൽ എന്നോട് പറഞ്ഞു, മോളെ, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് വൻപാവികൾ നരകത്തിൽ പോകും. അങ്ങയുടെ സമുദായത്തിൽ നിന്നാണ് വൻപാവികൾ നരകത്തിൽ പോകുന്നത് നബിയേ. ഇത് കേട്ടപ്പോ എന്റെ സമുദായത്തിൽ നിന്നാണോ ജിബ്രീൽ? സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ തന്റെ സമുദായത്തെ ഓർത്തുകൊണ്ട് ദുഃഖിക്കുകയാ. പ്രവാചകന്റെ വഫാത്തിന് നേരത്തും തന്റെ സമുദായത്തെ ഓർത്തുകൊണ്ട് പ്രവാചകൻ കണ്ണീരണിഞ്ഞു. പ്രവാചകന്റെ നയനങ്ങള് സദനങ്ങളായി മാറിയില്ലേ? നാളെ പരലോകത്ത് ചെന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പറയുന്നു, നബിയേ, അങ്ങ് 23 വർഷക്കാലം ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചില്ല നബിയേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചില്ല നബിയേ, ഒരുപാട് പട്ടിണികൾ എന്നില്ല നബിയേ. നബിയേ, ഇനി സ്വർഗത്തിൽ പോയി അങ്ങ് സുഖിക്കുക നബിയേ. എന്നാലും അല്ലാഹുവിന്റെ റസൂൽ പോവൂല പ്രിയപ്പെട്ടവരെ. അവിടെയും ഉമ്മത്തിന്റെ രക്ഷയ്ക്കായി, ഉമ്മത്തിന്റെ വിജയത്തിനായി പ്രവാചകൻ ഓടി നടക്കുകയാ. പക്ഷേ തന്റെ സമുദായം പരാജയത്തിലാണെന്ന് കേട്ടപ്പോ, തന്റെ സമുദായം നരകത്തിലാണെന്ന് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ വഅദിന്റെ മജ്ലിസിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന ആരോഗ്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ആരോഗ്യം, ആ ആരോഗ്യം കൊണ്ട് അല്ലാഹുവിന് വഴിപ്പെടുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വഴിപ്പെടുക. അല്ലാഹു അവന്റെ യഥാർത്ഥ ഉത്തമരായ ഉദാത്തരായ ഉത്കൃഷ്ടരായ അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.